നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ സിവിൽ സർവീസ് മേധാവിയെയും ക്യാബിനറ്റ് സെക്രട്ടറി സർ ക്രിസ് വോൾമാനെയും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പുറത്താക്കും. സ്വമേധയാ ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനമൊഴിയാൻ സർ ക്രിസ് വോൾമാൻഡി സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. സ്വന്തം തടി രക്ഷിക്കാൻ സ്റ്റാർമർ മറ്റൊരാളെ കൂടി ബലിയാടാക്കുകയായിരുന്നുവെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോ. യുകെയിലെ കുടിയേറ്റ കാര്യത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ സർക്കാർ അനുവദിച്ച കാലപരിധി അവസാനിച്ചു. സമയപരിധി കഴിഞ്ഞത് സ്ഥിര താമസാവകാശം നേടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ കൺസൾട്ടേഷൻ ടൈം അവസാനിച്ചതിനാൽ കുടിയേറ്റ വിഷയത്തിലും ചേരിതിരിഞ്ഞ് മലയാളികൾ. സർക്കാരിന്റെ കുടിയേറ്റ നിയമങ്ങൾ തങ്ങളെ ബാധിക്കില്ല എന്ന് ആദ്യകാല കുടിയേറ്റ മലയാളികൾ. വിഷയം ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന് മലയാളി സംഘടനകൾ. ബ്രിട്ടനിൽ NHSലെ 14 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് ഏപ്രിൽ മുതൽ 3.3% ശമ്പള വർധനവുണ്ടാകുമെന്ന് സർക്കാർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നോർത്തേൺ അയർലൻഡിലെയും ആരോഗ്യ പ്രവർത്തകർക്ക് ആനുകൂല്യം വർദ്ധിക്കുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റ്. ശമ്പള വർധനവിനെ അർത്ഥമനസ്സോടെ സ്വാഗതം ചെയ്ത് GMB ദേശീയ സെക്രട്ടറി റേച്ചൽ ഹാരിസൺ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഏപ്രിലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുക്രൈൻ വിഷയങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും വ്യാപാര കാര്യത്തിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 രാജ്യങ്ങളാണ് US-ഉം ചൈനയും എന്നതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങുമായി താൻ നല്ല ബന്ധം പുലർത്തുന്നതെന്നും ട്രംപ്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന പുറത്തുവന്ന രേഖകളുടെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാക്സിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് കാതറിൻ റൂംലർ സ്ഥാനമൊഴിയുന്നു. 2019 എപ്സ്റ്റീൻ അറസ്റ്റിലായതിനു ശേഷവും റൂംലർ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് കോൺഗ്രസും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും. കാതറിൻ റൂംലർ സ്ഥാനമൊഴിയുന്നത് ജൂൺ 30-ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അർബൻ നക്സലാണെന്നും സുപ്രീം കോടതിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം അധിക്ഷേപിക്കുന്നുവെന്നും BJP നേതാവ് നിഷികാന്ത് ദുബെ. രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നും ദുബെ. തമിഴ്നാട്ടിലെ 1.31 കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം കൈമാറി DMK സർക്കാർ. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സുപ്രധാന നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സ്റ്റാലിൻ നൽകിയ ഉറപ്പാണ് അവകാശ തുകയെന്നും ആര് തടസ്സം സൃഷ്ടിച്ചാലും അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല എന്നും MK സ്റ്റാലിൻ. പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 5000 രൂപ കൈമാറിയതെന്ന് സർക്കാർ. മുൻ MLA PT കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നവംബർ 24-ന് ലഭിച്ച പരാതിയിൽ ഡിസംബർ 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ്. PT കുഞ്ഞു മുഹമ്മദിനെതിരെ തുറന്നെഴുത്ത് നടത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത. വാർത്തകൾ വിശദമായി. നേരത്തെ ചീഫ് ഓഫ് സ്റ്റാഫിനെ പിരിച്ചുവിട്ട പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇപ്പോൾ സ്വന്തം തടി രക്ഷിക്കാനായി സിവിൽ സർവീസ് മേധാവിയെയും പുറത്താക്കിയേക്കും. കഴിഞ്ഞ 14 മാസക്കാലം ക്യാബിനറ്റ് സെക്രട്ടറിയായി തുടരുന്ന സർ ക്രിസ് വോൾമാനെ പിരിച്ചുവിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാവുന്നതിനിടയിലാണ് പരസ്പര ധാരണ പ്രകാരം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതായി സ്റ്റാർമർ സ്ഥിരീകരിച്ചത്. പീറ്റർ മാൻഡേഴ്സനുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയൽ വിവാദം ഉയർന്നതിനു ശേഷം നമ്പർ 10 ടൗണിംഗ് സ്ട്രീറ്റ് വിട്ടുപോകേണ്ടി വരുന്ന ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയാണ് അദ്ദേഹം. ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മെക്സീരിയും കോമൺസ് ഡയറക്ടർ ടിം അലനും നേരത്തെ പുറത്തായിരുന്നു. ക്രിസിന് പകരമായി 2,20,000 പൗണ്ട് ശമ്പളമുള്ള ഈ സ്ഥാനത്തേക്ക് ഒന്നിന് പകരം 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് ഇപ്പോൾ നീക്കം. ഹോം ഓഫീസിലെ പെർമനന്റ് സെക്രട്ടറിയായ ഡെയ്മ ടോണിയ റോമിയോ, ക്യാബിനറ്റ് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ കാതറിൻ ലിറ്റിൽ, ധനകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ജെയിംസ് പോളർ എന്നിവയ്ക്കൊപ്പം ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി നിർവഹിക്കും. സ്വമേധയാ ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച സർ ക്രിസിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചപ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ സ്റ്റാർമർ മറ്റൊരാളെ കൂടി ബലിയാടാക്കിയെന്നായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബേട്ടിന്റെ പ്രതികരണം. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം അറിഞ്ഞിട്ടും പീറ്റർ മാൻഡേഴ്സനെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതുമായുള്ള വിവാദമാണ് ഇപ്പോൾ സർ ക്രിസിന്റെ രാജിയിലെത്തി നിൽക്കുന്നത്. അതേസമയം മുൻ ലേബർ നേതാവായ എഡ് മിലിബാൻഡിനെ വീണ്ടും പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ ചില ലേബർ നേതാക്കൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എഡ് മിലിബാൻഡ് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം ഒരിക്കൽ കൂടി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്നാണ് ലേബർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2019-2015 വരെ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയെ നയിച്ച നേതാവാണ് മിലിബാൻഡ്. ഇപ്പോഴത്തെ സർക്കാരിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള മന്ത്രിയും അദ്ദേഹം തന്നെയാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നും 6-നുമായി സർവേഷ് നടത്തിയ സർവേയിലാണ് മിലിബാൻഡ് ഏറ്റവും ജനപ്രീതിയുള്ള മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അധികം വാർത്തകൾ വരാത്ത മന്ത്രിമാരായിരുന്നു ഈ പട്ടികയിൽ ആദ്യ 10-ൽ ഇടം നേടിയത്. നോർത്തേൺ അയർലൻഡ് സെക്രട്ടറി ഹിലാരി ബെൻ 2-ാം സ്ഥാനത്തെത്തി. ഡിഫൻസ് സെക്രട്ടറി ജോൺ ഹീലി 3-ാം സ്ഥാനത്തും എത്തി. കൾച്ചറൽ സെക്രട്ടറി ലിസ നന്ദി 4-ാം സ്ഥാനത്തും ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹെയ്തി അലക്സാണ്ടർ 5-ാം സ്ഥാനത്തുമാണ്.
യുകെയിലെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് നിർണായക ദിവസമാണ് കടന്നുപോയത്. കുടിയേറ്റ കാര്യത്തിൽ യുകെയിലെ ജനങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ സർക്കാർ ആഗ്രഹിച്ച കാലപരിധിയാണ് ഇന്നലെ കടന്നുപോയത്. കുടിയേറ്റക്കാർ സ്ഥിര താമസാവകാശം നേടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ കൺസൾട്ടേഷൻ ടൈം ഇന്നലെ അവസാനിച്ചപ്പോൾ എത്ര പേരുടെ പ്രതികരണം എത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തുവരും. എന്നാൽ ഇതിനിടെ നടന്ന പാർലമെന്റ് ചർച്ചയും സർക്കാർ നേരിട്ട് സംഘടിപ്പിച്ച അനവധി ചർച്ചകളിലും ഉരുത്തിരിഞ്ഞ കാര്യം കൺസൾട്ടേഷൻ തീരുമാനം പുറത്തുവരും മുൻപേ മന്ത്രിമാരുടെ വാക്കുവെപ്പ് എന്ന നിലയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം കുടിയേറ്റ സഹമന്ത്രി മൈക്ക് ടാപ്പിന്റെ പ്രതികരണമാണ്. കനത്ത കുടിയേറ്റം മൂലം ബ്രിട്ടന്റെ പൊതുജന സേവന മേഖല തകർന്നു നാശമായി എന്ന മുന്നറിയിപ്പാണ് സർക്കാരിന്റെ ഉള്ളിലിരിപ്പായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെങ്കിലും അത് തുറന്ന് സമ്മതിക്കാൻ കഴിഞ്ഞ സർക്കാരും നിലവിലെ സർക്കാരും ഇതുവരെ തയ്യാറായിട്ടില്ല. കടൽ കടന്നാൽ നിർദ്ദമായി എത്തുന്നവരാണ് ബ്രിട്ടനിലെ തെരുവുകളടക്കം ശ്വാസം മുട്ടിക്കുന്ന നിലയിൽ ജനപ്പെരുപ്പം നിറച്ചതെന്ന വാസ്തവം തുറന്നു പറയാനുള്ള ആർജവും ഇല്ലാതെയാണ് ജോലി ചെയ്യാൻ എത്തിയ കുടിയേറ്റ സമൂഹത്തെ പരമാവധി ബുദ്ധിമുട്ടിച്ച് അവർക്ക് സ്വയം നാടുപേക്ഷിക്കാനുള്ള വഴികൾ സർക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും മികച്ചത് സ്ഥിര താമസാവകാശം 5 നിന്നും 10 വർഷമാക്കുകയും വരുമാനം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നവർക്ക് 15 വർഷമാക്കുകയും രേഖകളൊന്നും കയ്യിലില്ലാതെ എത്തിയവർക്ക് 20 വർഷമാക്കുകയും ചെയ്യുക എന്ന കുറുക്ക് വഴിയാണ് സർക്കാർ കണ്ടെത്തിയത്. അതിനിടെ പതിവ് പോലെ ഈ വിഷയത്തിലും മലയാളികൾ ചേർതിരിഞ്ഞതും പ്രത്യക്ഷ കാഴ്ചയായി. സർക്കാരിന്റെ കുടിയേറ്റ നിയമങ്ങൾ ഒരു തരത്തിലും തങ്ങളെ ബാധിക്കില്ല എന്ന് വ്യക്തമായ ആദ്യകാല കുടിയേറ്റ മലയാളികൾ ഈ വാർത്തകളോട് പോലും മുഖം തിരിച്ചപ്പോൾ കൺസൾട്ടേഷനിൽ തങ്ങൾ എന്തിന് പങ്കാളികളാകണമെന്ന ചോദ്യം പോലും ഉയർന്നിരുന്നു. 1.5 പതിറ്റാണ്ട് മുൻപ് സർക്കാർ സമാനമായ തരത്തിൽ നിയമപരിഷ്കരണത്തിന് മുതിർന്നപ്പോൾ ശക്തമായി പോരാടിയ തലമുറയാണ് അന്നത്തെ മലയാളികൾ എന്നതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. മാത്രമല്ല പതിവ് പോലെ ഒരു മലയാളി സംഘടന പോലും ഇക്കാര്യത്തിൽ ശബ്ദം ഉയർത്തിയില്ല എന്നതും പ്രധാനമാണ്. അടുത്ത കാലത്ത് എത്തിയ മലയാളികളെ കൊണ്ട് അംഗത്വ ഫീസ് വാങ്ങിച്ചെടുത്ത സംഘടനകൾ ഇത് ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന നിലയിലാണ് നിശബ്ദതയുടെ മുഖംമൂടി അണിഞ്ഞത്. NHSലെ 14 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് വരുന്ന ഏപ്രിൽ മുതൽ 3.3% ശമ്പള വർധനവുണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നോർത്തേൺ അയർലൻഡിലെയും ആരോഗ്യ പ്രവർത്തകർക്കായി NHS പേ റിവ്യൂ ബോഡി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി കണക്കാക്കിയിരിക്കുന്ന 2.2% പണപ്പെരുപ്പത്തിനേക്കാൾ കൂടുതലാണിതെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ടൈം പേ റൈസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്മസ് കാലത്ത് ആശുപത്രികളിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരത്തിനിറങ്ങിയിട്ട് അധികകാലമാകുന്നതിന് മുൻപാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തങ്ങൾ തൊഴിലാളികളുമായി സംസാരിച്ചുവെന്നും ശമ്പള വർധന യഥാസമയം നടപ്പാക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞുവെന്നും സ്ട്രീറ്റിംഗ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ നടപ്പാക്കിയിരുന്നതിലും നേരത്തെ ശമ്പള വർധന നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റെസിഡന്റ് ഡോക്ടർമാർക്ക് കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 28.9% ശമ്പള വർധനവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പണപ്പെരുപ്പ് നിരക്കിനെതിരെയുള്ള 5.4% വർധനവ് ഉൾപ്പെടെയാണ്. ഏതായാലും യൂണിയൻ നേതാക്കൾ ഈ വർധനവിൽ അത്ര സന്തുഷ്ടരല്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന. പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള മറ്റൊരു ശമ്പള വർധനവ് NHS ജീവനക്കാരെ കുപിതരാക്കിയിരിക്കുകയാണെന്നാണ് യൂണിസൺ നേതാവ് ജൽഗാപ്പയിൽ പറയുന്നത്. അതേസമയം GMB ദേശീയ സെക്രട്ടറി റിച്ചർഡ് ഹാരിസൺ ഈ ശമ്പള വർധനവിനെ അർത്ഥ മനസ്സോടെയാണെങ്കിലും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടോറുകളുടെ ഭരണത്തിന് കീഴിൽ അനുഭവിച്ചിരുന്ന ശമ്പളത്തിന്റെ വെട്ടിച്ചുരുക്കലുകൾ പരിഹരിക്കാൻ മാത്രമേ ഇതിനായിട്ടുള്ളൂ എന്നാണ് അവരുടെ പക്ഷം. ഇതിലധികം NHS ജീവനക്കാർ അർഹിക്കുന്നുവെന്നും അവർ പറയുന്നു. അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതിനായി GMB പ്രതിനിധികൾ ഒത്തുചേരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പിയും പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയില്ല. പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല എന്നാണ് അവരുടെയും പക്ഷം. NHSൽ ഒരാൾ നേഴ്സായി കയറുന്നത് ബാൻഡ് 5 പദവിയിലാണ്. ഏറ്റവും ദീർഘകാലം ആ പദവിയിൽ തന്നെ തുടരണം. പിന്നീടാണ് പതിയെ പ്രമോഷൻ ലഭിക്കുന്നത്. ചില മിടുക്കർക്ക് വേഗം പ്രമോഷൻ കിട്ടുമെങ്കിലും ബാൻഡ് 5ൽ തന്നെ തുടരുന്നവരാണ് മിക്കവാറും. എൻട്രി ലെവൽ നഴ്സുമാരുടെ ജോലി ഭാരവും ശമ്പളവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആകെയുള്ള നഴ്സുമാരിൽ 44% വരുന്ന ബാൻഡ് 5 നഴ്സുമാരെ വേറിട്ട് കാണാനുള്ള ബോധോദയം ഒടുവിൽ സർക്കാരിനുണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ. ഇതെല്ലാം പരിഗണിച്ച് ബാൻഡ് 5 നഴ്സുമാരുടെ ജോലിയുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബാൻഡ് 5 നഴ്സുമാരിൽ പലർക്കും അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല എന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ യുകെയിലെ 10,000-കണക്കിന് നഴ്സുമാരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും പുനർനിർണ്ണയം ചെയ്യപ്പെടും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി നഴ്സുമാരാണ് ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കാതെ ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നതെന്ന് ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പും പറയുന്നു. നഴ്സിംഗ് മേഖലയുടെ മൂല്യം അംഗീകരിക്കുന്ന നഴ്സുമാരുമായുള്ള പുതിയ കരാറിൽ എത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തൊഴിൽ മേഖലയിൽ കൃത്യമായ ഉയർച്ച ഉറപ്പാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, ഗ്രാജുവേറ്റ് പേ, പുതിയതായി യോഗ്യത നേടുന്ന നഴ്സുമാർക്കുള്ള പിന്തുണ എന്നിവ ഉൾപ്പെടും. അതിനു പുറമെ എല്ലാ ബാൻഡ് 5 നഴ്സുമാരുടെയും ജോലിയും പേ ബാൻഡും തൊഴിലുടമ പുനഃപരിശോധിക്കും. അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം ഉറപ്പാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാവശ്യമായ അധിക തുക ലഭ്യമാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർഹതയുള്ളവരുടെ ബാൻഡ് ഉയർത്താനുള്ള ഈ നടപടികളെ യൂണിയനുകളും സ്വാഗതം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി 56,000 നഴ്സുമാരോളം കയറ്റുമതി ലഭിക്കാതെ ബാൻഡ് 5ൽ തന്നെ തുടരുന്നുണ്ടെന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നത്. നഴ്സുമാർക്ക് ന്യായമായ തൊഴിൽ സാധ്യതകളും ന്യായമായ വേതനവും ഉറപ്പാക്കുന്നതിനായി സർക്കാർ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗുമായി ചേർന്ന് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹെൽത്ത് സെക്രട്ടറി അറിയിച്ചു. ബാൻഡ് 5 നഴ്സുമാരുടെ വേതനവും ഉത്തരവാദിത്വവും പുനഃപരിശോധിക്കുന്ന നടപടി സ്വാഗതാർഹമാണെന്നാണ് RCN ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞത്. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങളിൽ കുട്ടികൾ കുത്തിയിരുന്ന് പരീക്ഷ എഴുതുന്നത് ഒഴിവാക്കുവാനും അതുപോലെ ദൈർഘ്യമേറിയ വേനലവധിയെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ആവലാതികൾ പരിഹരിക്കാനും സ്കൂൾ കലണ്ടറിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവുമായി ഓഫ്സ്റ്റഡ് രംഗത്തെത്തി.
നിലവിലെ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠന തുടർച്ച നഷ്ടപ്പെടുന്നതായും മാതാപിതാക്കൾക്ക് ചൈൽഡ് കെയറിനായി അധിക ചെലവ് വരുന്നതായും വിദഗ്ധർ പറയുന്നു. നിലവിൽ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം സ്കൂളുകളിലും ആറാഴ്ചക്കാലത്തെ വേനലവധിയും ക്രിസ്മസ് ഈസ്റ്റർ കാലത്തെ രണ്ടാഴ്ച അവധിയും ഓരോ ടൈമിന്റെയും അവസാനത്തിൽ ഒരാഴ്ചക്കാലത്തെ ഹാഫ് ടൈം ഹോളിഡേയുമാണ് നൽകുന്നത്. ചില സ്കൂളുകളിൽ ഒക്ടോബർ മാസത്തിൽ രണ്ടാഴ്ചക്കാലത്തെ ദൈർഘ്യമേറിയ അവധിയും നൽകുന്നുണ്ട്. എന്നാൽ ഈ അവധികളൊന്നും തന്നെ വിദ്യാർത്ഥികളെയോ മാതാപിതാക്കളെയോ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്നാണ് ഓഫ്സ്റ്റഡ് മേധാവി മാർട്ടിൻ ഒലിവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ അവധികൾ പുനർനിർവഹിച്ചുകൊണ്ട് സ്കൂൾ കലണ്ടറിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ ഒഴിവ് ദിനങ്ങൾ ആവശ്യത്തിലേറെ നീണ്ടവയാണെന്ന് അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. പലരും വർഷത്തിൽ 365 ദിവസങ്ങളിൽ 190 ദിവസങ്ങൾ മാത്രമാണ് പഠനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഏപ്രിലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വർഷം അവസാനം ഷീ ജിൻപിങ് US സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിലിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിക്കുമെന്നും അദ്ദേഹം ഈ വർഷം അവസാനം US വരുന്നുണ്ടെന്നും അതിനായി കാത്തിരിക്കുകയാണ്. ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ വളരെ മികച്ചതാണെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതേസമയം യാത്രയുടെ കൃത്യമായ തീയതികൾ ട്രംപ് വെളിപ്പെടുത്തിയില്ല. NBC ന്യൂസിലെ ടോം ലാമസും നൽകിയ അഭിമുഖത്തിലും താൻ ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങളാണ് US ചൈനയും എന്നതുകൊണ്ട് തന്നെ താനും ഷീ ജിൻപിങ്ങും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്നത് പ്രധാനമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 4 ട്രംപും ഷീ ജിൻപിങ്ങും 90 മിനിറ്റ് നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാൻ യുക്രൈൻ വിഷയങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും വ്യാപാരത്തിലാണ് സംഭാഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി താനും ട്രംപും തമ്മിൽ മികച്ച ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും ബുസാനിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശരിയായ ദിശ നൽകിയെന്നും ഷീ ജിൻപിങ് പറഞ്ഞതായി ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് പുറത്തുവന്ന പുതിയ രേഖകളുടെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാക്സിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കാതറിൻ ലൂംഗ്ര സ്ഥാനമൊഴിയുന്നു. ജൂൺ 30 മുതൽ അവർ പദവി ഒഴിയുമെന്ന് ഗോൾഡ്മാൻ സാക്സ് അറിയിച്ചു. 2019 എപ്സ്റ്റീൻ അറസ്റ്റിലായതിനു ശേഷവും റൂമിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധം തുടരുകയായിരുന്നുവെന്ന് കോൺഗ്രസും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. ഇതാണ് ബാങ്കിനുള്ളിലും പുറത്തും ശക്തമായ ആശങ്കകൾക്ക് ഇടയാക്കിയത്. 54 വയസ്സുള്ള റൂംലർ വാൾ സ്ട്രീറ്റിലെ പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായിരുന്നു. എൻറോൾ കേസിൽ പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചവർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ വൈറ്റ് ഹൌസ് നിയമോപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് US അറ്റോർണി ജനറൽ സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെട്ട വ്യക്തിയാണ് റൂംലർ. ഗോൾഡ്മാൻ സാക്സ് CEO ഡേവിഡ് സോളമന്റെ പ്രധാന ഉപദേഷ്ടാവായും അവർ പ്രവർത്തിച്ചിരുന്നു. 2023 വാൾ സ്ട്രീറ്റിൽ ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് എപ്സ്റ്റീനുമായുള്ള റൂംലറുടെ ബന്ധം ആദ്യമായി വിവാദമായത്. 2008 പ്രായപൂർത്തിയാകാത്ത ആളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചതിന് കുറ്റം സംബന്ധിച്ച ശേഷവും എപ്സ്റ്റീൻ ശക്തരായ പലരുമായും അടുത്ത ബന്ധം തുടരുകയായിരുന്നെന്നും റൂംലറും അതിലൊരാളാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പുതിയതായി പുറത്തുവന്ന രേഖകൾ അനുസരിച്ച് എപ്സ്റ്റീൻ തന്റെ വിലയിൽ റൂംലറെ ബാക്കപ്പ് എക്സിക്യൂട്ടീവായി ഉൾപ്പെടുത്തിയിരുന്നു. 2019 അറസ്റ്റിന്റെ രാത്രി അദ്ദേഹം റൂംലറുമായി ഫോണിൽ സംസാരിച്ചതായും രേഖകളുണ്ട്. കൂടാതെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, സ്വകാര്യ ജെറ്റ് ചാർട്ടറിനായി നൽകിയ പണം, ആഡംബര വസ്തുക്കൾ എന്നിവയും റൂംലറുടെ പേരിൽ നൽകിയതായി രേഖകൾ പറയുന്നു. എപ്സ്റ്റീനുമായി പ്രൊഫഷണലായ ബന്ധം മാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചിട്ടില്ല എന്നും റൂംലർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹത്തെ പരിചയപ്പെട്ടത് തന്നെ ഖേദകരമാണെന്നും അവർ പറഞ്ഞു. എന്നാൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ പുറത്തുവിട്ട കൂടുതൽ രേഖകൾ ബാങ്കിനുള്ളിലെ സമ്മർദ്ദം ശക്തമാക്കി. ഇതോടെയാണ് റൂംലർ CEO ഡേവിഡ് സോളമനുമായി കൂടിക്കാഴ്ച നടത്തി രാജി സമർപ്പിച്ചത്. റൂംലറുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്ന് സോളമൻ പറഞ്ഞു. US പോലീസ് വാഹനമിടിച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് $29 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ സിയാറ്റിൽ മുനിസിപ്പാലിറ്റി. 2023 അമിത വേഗതയിലെത്തിയ പോലീസ് വാഹനമിടിച്ച് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ ജാൻവി കണ്ഠുല കൊല്ലപ്പെട്ടത്. ദീർഘനാളത്തെ നിയമ നടപടികൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് കുടുംബത്തിന് അനുകൂല വിധി വന്നത്. 2023 ജനുവരി 23 പോലീസ് ഓഫീസർ കെവിൻ ഡേവ് ഓടിച്ച പെട്രോളിംഗ് വാഹനം ജാൻവി ഇടിച്ചു തെറിപ്പിച്ചത്. മണിക്കൂറിൽ 119 കിലോമീറ്റർ വേഗതയിലാണ് ഓഫീസർ വാഹനം ഓടിച്ചിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ജാൻവി 100 അടിയോളം അകലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകട സമയത്ത് വാഹനത്തിനകത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ പിന്നീട് പുറത്തു വന്നിരുന്നു. ഡാനിയൽ ഓർഡർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ബോഡി ക്യാമിലെ ദൃശ്യമാണ് പുറത്തു വന്നത്. തുടർന്ന് ഡാനിയൽ ഓർഡറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. വാഹനം ഓടിച്ചിരുന്ന കെവിൻ ഡേവിനെതിരെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസെടുക്കുകയും $5000 പിഴ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ജാൻവിയുടെ വിയോഗം ഹൃദയഭേദകമാണെന്നും നഷ്ടപരിഹാരം കുടുംബത്തിന് സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സിറ്റി അറ്റോർണി എറിക്ക ഇവൻസ് പറഞ്ഞു. സിയാറ്റിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജാൻവി. ബിരുദം നേടാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മരണം സംഭവിച്ചത്. നഷ്ടപരിഹാര തുകയായ $29 മില്യൺ $20 മില്യൺ നഗരത്തിന്റെ ഇൻഷുറൻസ് വിഹിതത്തിൽ നിന്നും നൽകും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.36 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 90.72 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.51 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.56 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ നീക്കവുമായി ഭരണപക്ഷം.
അവകാശ ലംഘന നോട്ടീസ് നൽകാനാണ് ആദ്യം ആലോചിച്ചത്. എന്നാൽ രാഹുലിന്റെ ലോകസഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗം നിഷികാന്ത് ദുബെ പ്രമേയം കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി അർബൻ നക്സലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി തുടങ്ങിയ സ്ഥാപനങ്ങളെയും സ്പീക്കറെയും അധിക്ഷേപിക്കുന്നു. ഇന്ത്യ വിരുദ്ധനായ ജോർജ് സോറോസുമായി ബന്ധമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് സഭയിൽ ദുബെ ഉന്നയിച്ചത്. വിഷയം സഭ ചർച്ച ചെയ്ത് രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നുമാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് ദുബെ പറഞ്ഞു. തന്റെ ആവശ്യം സഭാചട്ടം 352 പ്രകാരമാണെന്ന് ദുബെ വ്യക്തമാക്കി. സഭയിൽ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ സംബന്ധിച്ചാണ് ചട്ടം 352. ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഉൾപ്പെടെ പരിമിതപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ ചട്ടത്തിന്റെ ഭാഗമാണ്. ദുബെ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം വെച്ചു. സഭ പിരിയുന്നതായി സഭ നിയന്ത്രിച്ചിരുന്ന കൃഷ്ണ പ്രസാദ് തെന്നതി വ്യക്തമാക്കി. എന്തെങ്കിലും പരാമർശം പ്രമേയത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയില്ല. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചാലാണ് താൻ രാഹുലിനെതിരെ പ്രമേയം കൊണ്ടുവന്നതെന്നാണ് ദുബെ പിന്നീട് പറഞ്ഞത്. പ്രമേയം പരിശോധിച്ച ശേഷം തുടർ നടപടികൾ എടുക്കേണ്ടത് സ്പീക്കറാണ്. പ്രമേയത്തിലെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ വിഷയം അവകാശ സമിതിക്ക് വിടാം. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഭയാണ് നടപടി തീരുമാനിക്കേണ്ടത്. ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം ലഡാക്കിന് സംസ്ഥാന പദവിയോ 6ാം ഷെഡ്യൂൾ പദവിയോ നൽകാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതായി ലേപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതാധികാര സമിതിയുമായി ഫെബ്രുവരി 4 നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ആദ്യമായി പരസ്യപ്പെടുത്തിയാണ് ലഡാക്ക് നേതാക്കൾ ഇക്കാര്യം പറഞ്ഞത്. കേന്ദ്രം മുന്നോട്ട് വെച്ച ടെറിട്ടോറിയൽ കൌൺസിൽ എന്ന പുതിയ നിർദ്ദേശം നേതാക്കൾ തള്ളി. ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കൌൺസിലെ മുഖ്യമന്ത്രിയായും ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് കൌൺസിലെ ഉപമുഖ്യമന്ത്രിയായി നിശ്ചയിക്കുന്ന ടെറിട്ടോറിയൽ കൌൺസിൽ മാതൃകയാണ് കേന്ദ്രം വാഗ്ദാനം ചെയ്തത്. ഇതൊരു പ്രഹസനമാണെന്ന് വിശേഷിപ്പിച്ച കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് കോ ചെയർമാൻ അസ്ഗർ അലി കർബാലി ഇത് ലഡാക്കിന്റെ ആവശ്യങ്ങളെ അവഗണിക്കുന്നതാണെന്ന് പറഞ്ഞു. സമിതിയിലെ അംഗമായിരുന്ന കുൻസസ് ഡോൾമ എന്ന അംഗം മാത്രം കേന്ദ്രത്തിന്റെ വാഗ്ദാനത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയത് ചർച്ചയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. 6ാം ഷെഡ്യൂൾ നിലവിൽ ഫലപ്രദമല്ല എന്ന കേന്ദ്രത്തിന്റെ വാദത്തെ നേതാക്കൾ എതിർത്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് ശക്തമാണെങ്കിൽ ലഡാക്കിൽ മാത്രം എന്തുകൊണ്ട് ദുർബലമാകുന്നുവെന്ന് അവർ ചോദിച്ചു. മതിയായ സാമ്പത്തിക സ്രോതസ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന പദവി കേന്ദ്രം നിഷേധിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ന് മുതൽ സെൻട്രൽ വിസ്റ്റയിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. സ്വാതന്ത്ര്യം നേടിയത് മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് സേവാ തീർത്ത് എന്ന പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നത്. ഉച്ചയ്ക്ക് 1:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേര് അനാച്ഛാദനം ചെയ്യും. തുടർന്ന് സേവാ തീർത്ഥം വിവിധ മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1-2 കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ വിസ്റ്റയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനൊപ്പം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ഈസ്റ്റ് ഇന്ത്യ ഹൌസ് എന്നിവയുടെ ഓഫീസുകളും ഉണ്ടാകും. ഉന്നതതല ചർച്ചകൾ നടത്തുന്നതിനും വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനുമുള്ള സ്ഥലമായിരിക്കും ഇന്ത്യ ഹൌസ്. ധനം, പ്രതിരോധം, ആരോഗ്യം, കോർപ്പറേറ്റ് വിദ്യാഭ്യാസം, സാംസ്കാരികം, നിയമം, വാർത്താ വിതരണം, പ്രക്ഷേപണം, കൃഷി, രാസവസ്തു, വളം, ഗോത്രകാര്യം തുടങ്ങിയ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവൻ. 1-2 കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുക. 9 കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആദ്യം പൂർത്തിയായ കർത്തവ്യ ഭവൻ 3 കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തുറന്നത്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ മന്ത്രാലയങ്ങളാണ് ഇതിലുള്ളത്. തമിഴ്നാട്ടിലെ 1.31 കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം കൈമാറി DMK സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് MK സ്റ്റാലിന്റെ പ്രധാന നീക്കം. പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 5000 രൂപ കൈമാറിയത്. ഫെബ്രുവരിയിലെ തുകയ്ക്കൊപ്പം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ തുക മുൻകൂറായി നൽകി. ഇതിനു പുറമെ വേനൽക്കാല പ്രത്യേക ആനുകൂല്യമായി 2000 രൂപയും കൈമാറുകയായിരുന്നു. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സ്റ്റാലിൻ നൽകിയ ഉറപ്പാണ് അവകാശ തുക. ആര് തടസ്സം സൃഷ്ടിച്ചാലും അതിൽ ഞാൻ പിന്നോട്ട് പോകില്ല. തിരഞ്ഞെടുപ്പ് കാരണം കാട്ടി 3 മാസത്തേക്ക് തുക മുടക്കാൻ ചിലർ നോക്കുന്നു. എന്നാൽ നമ്മുടെ ദ്രാവിഡ മോഡൽ സർക്കാർ അത് മുൻകൂട്ടി കണ്ടു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്കുള്ള അഡ്വാൻസ് തുകയായ 3000 രൂപയും വേനൽക്കാല പ്രത്യേക പാക്കേജായി 2000 രൂപയും ചേർത്ത് 1.31 കോടി ഗുണഭോക്താക്കൾക്കും ഇന്ന് രാവിലെ 5000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. തമിഴ് സ്ത്രീകളുടെ പിന്തുണയോടെ അടുത്ത തവണയും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും. 1000 രൂപ എന്നത് 2000 രൂപയായി ഉയർത്തി നൽകും. എന്റെ സഹോദരിമാർക്ക് ഈ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നൽകുന്ന വാഗ്ദാനമാണിത്. നമ്മൾ ഒന്നായി വിജയിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. നിർമ്മാതാവും സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PT കുഞ്ഞുമുഹമ്മദിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത ഈ സംഭവത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിൽ തുറന്നെഴുത്ത് നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതിജീവിത എഴുതിയ ലേഖനം വായിച്ചപ്പോൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനം തോന്നിയെന്ന് സതീശൻ പ്രതികരിച്ചു. നവംബർ 24 ലഭിച്ച പരാതിയിൽ ഡിസംബർ 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റില്ല. ഒരു സ്ത്രീ താൻ അപമാനിക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ സഹയാത്രികർക്കും വേണ്ടപ്പെട്ടവർക്കുമെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സർക്കാർ എത്രമാത്രം ലാഘവത്തോടെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്നും സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ സതീശൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. കുറ്റാരോപിതൻ ഭരണപക്ഷത്തോട് അടുത്തയാളായതിനാലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിസ്സംഗതയെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ ഐഡന്റിറ്റിയും ലൈംഗികാതിക്രമം നടത്തിയ ആളുടെ വിവരങ്ങളും അടക്കം പറഞ്ഞാണ് അതിജീവിത മാധ്യമത്തിൽ തുറന്നെടുത്ത് നടത്തിയത്. പുരോഗമന മൂല്യങ്ങൾ അവകാശപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് താൻ അപമാനിക്കപ്പെട്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു.
മന്ത്രി കെ ഗണേഷ് കുമാർ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയാണെന്ന് മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗണേഷ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ആളാണ് താനെന്നും മുഴുവൻ കഥകളും പറയേണ്ടി വന്നാൽ എല്ലാം പറയുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചിഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാറിന് മറുപടി പറയാത്തത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നീതിയാണോ? ഗണേഷിന്റെ എല്ലാ കഥയും അറിയാവുന്ന ആളാണ് ഞാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അതെല്ലാം അറിയാവുന്ന ആൾ ഞാൻ മാത്രമായിരിക്കും. ഇതിന്റെ ഉൾക്കഥകളെല്ലാം എനിക്കറിയാം. ഗണേഷിന് എന്ത് ഗുണം കിട്ടാനാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത്? മരണശേഷവും എന്തിനാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത്? ഉമ്മൻചാണ്ടിയെ മുൻപ് എത്രത്തോളം വേട്ടയാടി എന്ന് പൊതുസമൂഹത്തിന് അറിയാം. കല്ലറയിൽ കൊണ്ട് പോസ്റ്റർ വെച്ച് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുകയാണ് എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പിടിച്ച പുലിവാലാണെന്നും സർക്കാർ ചെലവിൽ നടത്തില്ല എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയമസഭയിലെ ചോദ്യത്തിന് സർക്കാർ മറുപടി തന്നു. സഭയിൽ ചോദിച്ച ചോദ്യത്തിന് എന്താണ് സത്യസന്ധമായ മറുപടി തരാതിരുന്നത്? നിയമസഭയിൽ തന്നതാണ് ആധികാരിക രേഖ എന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് നിയമസഭയിലും ഹൈക്കോടതിയിലും രണ്ട് കണക്കുകൾ വന്നത്? ഇക്കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 20 പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചെലവായ തുക 2 ലക്ഷം രൂപയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ 8 ലക്ഷത്തിന്റെ ബില്ല് രേഖയിൽ കാണിച്ചതടക്കമുള്ള തിരിമറികളുടെ വാർത്ത പുറത്തുവന്നതിനു പിന്നാലെയാണ് പുതിയ വിവരങ്ങളും പുറത്തെത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ തലേദിവസം മുഖ്യമന്ത്രി പമ്പയിൽ എത്തിയിരുന്നു. മരാമത്ത് സമുച്ചയത്തിലായിരുന്നു മുഖ്യമന്ത്രിക്ക് താമസം ഒരുക്കിയത്. ഒരു രാത്രി താമസിക്കാൻ വേണ്ടി 2 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. 1,11,365 രൂപയാണ് കട്ടിലിനും ബെഡിനും ചെലവായത്. ഇടനാഴിയിൽ 15,930 രൂപയുടെ ചുവന്ന പരവതാനിയും വീശു. കോർണർ സോഫയും ഒരു ടീപ്പോയും കൂടി 65,000 രൂപയോളം ചെലവഴിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അതിഥികൾക്ക് മുറിയൊരുക്കിയത് കുമരകത്തും മൂന്നാറിലും കോട്ടയത്തുമാണ്. ഇതിനായി സ്റ്റേറ്റ് പ്രോട്ടോകോളിന്റെ പേരിൽ 37 ലക്ഷം രൂപയുടെ ബില്ലുണ്ട്. ദേവസ്വം പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിൽ റിസോർട്ട് ബുക്ക് ചെയ്തതിൽ 23,000 രൂപയുടെ ബില്ല്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അടക്കമുള്ള VIP-കൾക്ക് സ്റ്റേജിനോട് ചേർന്നുണ്ടായ VIP ലോഞ്ചിൽ ആ സമയത്ത് വിതരണം ചെയ്ത ലഘുഭക്ഷണത്തിനായി 30,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് ആയിരുന്നു സംഗമത്തിന്റെ ഈവന്റ് മാനേജ്മെന്റ് നടത്തിയത്. ടെൻഡറില്ലാതെ നൽകിയ കരാറിൽ വേണ്ടി വന്നാൽ 10% അധിക തുക അനുവദിക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. കമ്പനി നൽകിയ ബില്ലിൽ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നൽകിയ ബില്ലിനേക്കാൾ 6 ലക്ഷം രൂപയാണ് കൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടിക്ക് 8 ലക്ഷത്തിന്റെ ബില്ലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവർ പരിപാടി അവതരിപ്പിച്ചിരുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ടാക്സി സംവിധാനത്തിനായി 10.57 ലക്ഷം രൂപ, ഡീസലിന് മാത്രം 7.44 ലക്ഷം രൂപ ചെലവായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 10 കോടിയോളം രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായത്. ഇതിൽ 4.35 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ തോറ്റെങ്കിലും ഒമാൻ താരം മുഹമ്മദ് നദീം റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ചാണ് ക്രീസ് വിട്ടത്. 56 പന്തിൽ 53 റൺസ് എടുത്തതോടെ 2020 ലോകകപ്പിലും ICC ടൂർണമെന്റുകളിലും അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായമേറിയ താരമായി നദീം. 43 വർഷവും 161 ദിവസവുമാണ് നദീമിന്റെ പ്രായം. ICC ടൂർണമെന്റുകളിൽ 30 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് തകർത്തത്. നെതർലൻഡ്സ് താരം ഫ്ലാവിയൻ അപ്പോൺസോ 1996 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ 43 വർഷവും 121 ദിവസവും പ്രായമുള്ളപ്പോൾ നേടിയ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡാണ് തകർന്നത്. 2020 ലോകകപ്പിൽ ശ്രീലങ്കൻ താരം സനൽ ജയസൂര്യ 2009 സ്ഥാപിച്ച റെക്കോർഡാണ് മറികടന്നത്. വിൻഡീസിനെതിരെ അർദ്ധ ശതകം നേടുമ്പോൾ ജയസൂര്യയുടെ പ്രായം 39 വർഷവും 345 ദിവസവുമായിരുന്നു. ഇതിൽ കൗതുകകരമായ കാര്യം ജയസൂര്യ പരിശീലകനായ ലങ്കയ്ക്കെതിരെയാണ് നദീം റെക്കോർഡ് സൃഷ്ടിച്ചത് എന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ സിവിൽ സർവീസ് മേധാവിയെയും ക്യാബിനറ്റ് സെക്രട്ടറി സർ ക്രിസ് വോൾമാനെയും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പുറത്താക്കും. സ്വമേധയാ ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനമൊഴിയാൻ സർ ക്രിസ് വോൾമാൻഡി സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. സ്വന്തം തടി രക്ഷിക്കാൻ സ്റ്റാർമർ മറ്റൊരാളെ കൂടി ബലിയാടാക്കുകയായിരുന്നുവെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോ. UK-യിലെ കുടിയേറ്റ കാര്യത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ സർക്കാർ അനുവദിച്ച കാലപരിധി അവസാനിച്ചു. സമയപരിധി കഴിഞ്ഞത് സ്ഥിര താമസാവകാശം നേടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ കൺസൾട്ടേഷൻ ടൈം അവസാനിച്ചതിനാൽ കുടിയേറ്റ വിഷയത്തിലും ചേരിതിരിഞ്ഞ് മലയാളികൾ. സർക്കാരിന്റെ കുടിയേറ്റ നിയമങ്ങൾ തങ്ങളെ ബാധിക്കില്ല എന്ന് ആദ്യകാല കുടിയേറ്റ മലയാളികൾ. വിഷയം ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന് മലയാളി സംഘടനകൾ. ബ്രിട്ടനിൽ NHS-ലെ 14 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് ഏപ്രിൽ മുതൽ 3.3% ശമ്പള വർധനവുണ്ടാകുമെന്ന് സർക്കാർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നോർത്തേൺ അയർലൻഡിലെയും ആരോഗ്യ പ്രവർത്തകർക്ക് ആനുകൂല്യം വർദ്ധിക്കുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റ്. ശമ്പള വർധനവിനെ അർത്ഥമനസ്സോടെ സ്വാഗതം ചെയ്ത് GMB ദേശീയ സെക്രട്ടറി റേച്ചൽ ഹാരിസ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഏപ്രിലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുക്രൈൻ വിഷയങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും വ്യാപാര കാര്യത്തിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 രാജ്യങ്ങളാണ് US-ഉം ചൈനയും എന്നതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങുമായി താൻ നല്ല ബന്ധം പുലർത്തുന്നതെന്നും ട്രംപ്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന പുറത്തുവന്ന രേഖകളുടെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാക്സിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് കാതറിൻ റൂംലർ സ്ഥാനമൊഴിയുന്നു.
2019 എപ്സ്റ്റീൻ അറസ്റ്റിലായതിനു ശേഷവും റൂമിലർ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് കോൺഗ്രസും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും. കാതറിൻ റൂമിലർ സ്ഥാനം ഒഴിയുന്നത് ജൂൺ 30-ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അർബൻ നക്സലാണെന്നും സുപ്രീം കോടതിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം അധിക്ഷേപിക്കുന്നുവെന്നും BJP നേതാവ് നിഷികാന്ത് ദുബെ. രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നും ദുബെ. തമിഴ്നാട്ടിലെ 1.31 കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം കൈമാറി DMK സർക്കാർ. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സുപ്രധാന നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സ്റ്റാലിൻ നൽകിയ ഉറപ്പാണ് അവകാശ തുകയെന്നും ആര് തടസ്സം സൃഷ്ടിച്ചാലും അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല എന്നും MK സ്റ്റാലിൻ. പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 5000 രൂപ കൈമാറിയതെന്ന് സർക്കാർ. മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നവംബർ 24-ന് ലഭിച്ച പരാതിയിൽ ഡിസംബർ 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ തുറന്നെഴുത്ത് നടത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.